ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് കൈനിക്കറുള്ള ക്ലബ്ബ് കലാകായിക വേദികൾ 10-35 വർഷമായിട്ടുള്ള ക്ലബ്ബാണ്. അപ്പോൾ നമ്മളെല്ലാ വർഷവും സ്ഥിരമായിട്ട് നടത്തുന്ന പരിപാടിയാണ്. 2000 മുതൽ ഇങ്ങോട്ട് 2024 വരെ സ്ഥിരമായി നടത്തുന്ന പരിപാടിയാണ്. ഇന്ന് ഇഫ്താർ പരിപാടിയാണ്. നമ്മൾ തലമുറയായിട്ട് ഇങ്ങനെ നടത്തി വരുന്ന കൈമാറി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഇഫ്താർ മീറ്റാണ്. അങ്ങനെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇതിലാർക്കും പങ്കെടുക്കാം. എല്ലാവർക്കും പങ്കെടുക്കാം. 1500 ആളുകളോളം പങ്കെടുക്കുന്ന ഇഫ്താർ ജനാധിപത്യ മേഖലയുടെ എല്ലാ നാട്ടിലും എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമുക്ക് ഉയർത്തി കാണിക്കാനുള്ള സന്തോഷം. ഈ ക്ലബിൻ്റെ അണ്ടറിൽ മാത്രമാണത് ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് നടത്തുന്നുള്ളൂ. സഹകരണം മറ്റുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ പേരിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ICK ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് കൈനിക്കര. ഏകദേശം 10-35 വർഷത്തോളം പഴക്കമുള്ള ക്ലബ്ബാണ്. നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായിട്ടുള്ളതാണ് കൈനിക്കരയിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ സാരഥികൾ ആരൊക്കെയാണ്? ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ട് ഉള്ളത് അപ്പുവാണ്. അപ്പു. പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ആള് ഈയിടായിട്ട് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. എന്താ പേര് അവര്? അജ്മൽ. പിന്നെ ഇതിന് ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്ന ആരിഫാണ്. ഞങ്ങളെല്ലാവരും ഞാനും ഷെഫീഖും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് ഈ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഭയങ്കര ഒരു ഉത്സാഹം. കാരണം എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവരും നമ്മുടെ ദേശത്തുള്ള എല്ലാവരും പങ്കെടുക്കും. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലെല്ലാവരും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കുമ്പോൾ വിദേശ പ്രവാസികളായിക്കോട്ടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫണ്ടിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിദേശികൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 1 lakh above നമുക്ക് ഇതിന് ഫണ്ടിങ് ആവശ്യമുണ്ട്. എല്ലാ വർഷവും ലാസ്റ്റ് ഇയർ നട്ട് 1 lakh above ആയിരുന്നു. വർഷം കൂടുമ്പോൾ ചിലവ് കൂടി വരുമ്പോൾ അതിനനുസരിച്ച് ഫണ്ടിങ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിട്ട് നമ്മുടെ കൈനിക്കരയുടെ വിദേശികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരെല്ലാവരും പഴയ കാലത്ത് ക്ലബ്ബുമായിട്ട് സഹകരിച്ച് നാട്ടിൽ നിന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് അവർക്കറിയാം ഇതിനെ നടത്തുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ നാട്ടിലുള്ളതെന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മൾ സഹകരിക്കുന്നു. നാട്ടുകാരും സഹകരിക്കുന്ന കൂടെ തന്നെ വിദേശികൾ നമുക്ക് പ്രവാസികൾ നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫണ്ടിങ്ങിനും കാര്യങ്ങളും വേണ്ടിയിട്ട് നമ്മളെപ്പോലെ തന്നെ ആ ഒരു സമയമാകുമ്പോൾ അവരുടെ ഡ്യൂട്ടിയെല്ലാം മറന്ന് അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൈനിക്കരയിലെ പ്രവാസികളായാലും വേണ്ടിയില്ല, നാട്ടിലുള്ളവരായാലും വേണ്ടില്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൽ പങ്കാളികളാകുന്നു. പലതരത്തിലും ഇതിൽ പങ്കാളികളാകുന്നത് ഞങ്ങൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള. പിന്നെ ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ അണ്ടറിൽ നമുക്ക് സ്പോർട്സ്, ആർട്സ് എല്ലാം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ നോമ്പ് തുറന്നതിന് ഒരു മാസം മുന്നേ നമ്മുടെ ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ പ്രീമിയർ ലീഗ് ഉണ്ട്. അതും ഇതേമാതിരി എല്ലാ വർഷവും നോമ്പുറമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. നാട്ടിലത്തെ എല്ലാ തരം കായിക ഇനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ, പിന്നെ അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു മൊബൈലും ശേഷം വന്നൊരു കളി, ലുഡോ കളി, അങ്ങനെ എല്ലാവിധ കായിക ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടൊരു പ്രീമിയർ ലീഗ് നടത്തി കഴിഞ്ഞ ഒരു മാസം മുന്നേ. അതും ഇതേമാതിരി എല്ലാവരുടെയും സഹകരണവും കാര്യങ്ങളും നല്ല രീതിയിലുണ്ടായിരുന്നു. നാട്ടുകാരെയും ക്ലബ്ബ് മെമ്പേഴ്സും എല്ലാവരും സഹകരണം കണ്ട് നല്ലൊരു വിജയമായി തീർക്കാൻ പറ്റിയ പരിപാടി. നമ്മുടെ പിന്നെ ചാരിറ്റി പ്രവർത്തനം വല്ലതും നമ്മുടെ ക്ലബിൻ്റെ അണ്ടറിൽ വല്ലതും നടക്കുന്നുണ്ട്? അങ്ങനെ നമ്മൾ ചെറിയ രൂപത്തിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഘടന ഭാരവാഹികൾ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഫണ്ടിങ് രൂപത്തിലാണെങ്കിൽ ആരെങ്കിലും ചാരിറ്റി പ്രവർത്തികൾ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ ICKയുടെ ഒരു ഫണ്ട് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു. സ്പോർട്സ് പരമായാലും നമ്മൾ കളിച്ച് ഒരുപാട് ഇതിൽ കളിച്ചു വന്ന ഒരുപാട് ആൾക്കാർ ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലബിൻ്റെ അണ്ടറിലുള്ള ഇപ്പോൾ അതിൻ്റെ ഒരു മേഖലയിൽ ലൈസൻസ് വരെ കിട്ടിയിട്ടുണ്ട്. കോച്ചിങ്ങിനുള്ളത് അത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ മെച്ചപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളോത്സവത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലബിൻ്റെ ഒരു പേര് നമുക്ക് ഉയർത്തി കാണാൻ സാധിച്ചു. നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ നമ്മുടെ കവിതാരചനയിൽ വരെ നമ്മുടെ ക്ലബിൻ്റെ പ്രതിനിധി പങ്കെടുത്തിട്ടുണ്ട്. ഈയിടെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ആ പരിപാടി നടത്തുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ നമ്മുടെ ക്ലബിൽ നിന്ന് 2 ഐറ്റങ്ങളിലായിട്ട് ബാഡ്മിൻ്റനും കവിതാരചനയും അങ്ങനത്തെ രീതിയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ നമ്മുടെ ക്ലബിൽ നിന്ന് ഒരു മിനിമം ഒരു 50-ൽ പരം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കേരളോത്സവവുമായി ബന്ധപ്പെട്ട്. നമുക്ക് നമ്മുടെ കേരളോത്സവത്തിൽ തന്നെ നല്ലൊരു സാന്നിധ്യം നമ്മുടെ ക്ലബിൻ്റെ ഈയിടെ നമുക്ക് ഈ വർഷത്തിൽ നല്ലൊരു സാന്നിധ്യം തന്നെ പറയാൻ പറ്റും. നമുക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല പിന്നെ ഇപ്പോൾ തിരക്കുള്ള സമയമാണ്, ഇഫ്താറിൻ്റെ ടൈം ആയതാണ്. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏതായാലും കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ പങ്കുചേരുന്നുണ്ട്. ഏതായാലും സന്തോഷം. ഓക്കെ ബൈ.
മുതൽ കൈനിക്കരയിലെ കായിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെയധികം ഇടപെടുന്നൊരു ക്ലബ്ബായിട്ടാണ് നമ്മൾ മാറുന്നത്. ഒരുപാട് തലമുറകൾക്ക് മുമ്പേ രൂപീകരിച്ച ക്ലബ്ബാണ്. ക്ലബ്ബ് ഈ സമൂഹ നോമ്പുതുറയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓരോ വർഷവും നമ്മൾ സമൂഹ നോമ്പുതുറ തന്നെ മാത്രം എടുക്കുകയാണ്. ക്ലബിൻ്റെ ഓരോ പരിപാടികൾ എടുക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ ഉപരി അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സമൂഹ നോമ്പുതുറ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്ഷണിക്കുന്ന അംഗങ്ങൾ 1000-ൽ അധികം കവിഞ്ഞു. അതേപോലെ തന്നെ ഇതിലോട്ട് സഹകരിക്കുന്നവരുടെ അംഗങ്ങളും അതേപോലെ തന്നെ വർദ്ധിച്ചു വരുന്നു. കലാകായിക സാംസ്കാരിക രംഗത്ത് കൈനിക്കരയുടെ ഒരു ചുക്കാൻ പിടിക്കുന്ന മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന ഒരിടമായിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ക്ലബ്ബ് മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഈ ക്ലബിനെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ മുമ്പ് തന്നെ ഈ ക്ലബ്ബ് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉന്നമനത്തിനും അല്ലെങ്കിൽ ഈ ക്ലബിനെ കൈനിക്കരയുടെ ഒരു ട്രേഡ് മാർക്കായി മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ക്ലബിൻ്റെ ഓരോ പരിപാടിയുടെ സമയത്തും നമ്മൾ വളരെയധികം കൃതജ്ഞതയോടെ ഓർക്കാറുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിലും അവരെ നമ്മൾ ഓർക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ ക്ലബിൻ്റെയും അതേപോലെ തന്നെ ഈ നാട്ടുകാരുടെയും വളരെയധികം സ്നേഹം നൽകുന്നു. അതേപോലെ ഈ ക്ലബ്ബുമായിട്ട് ഇപ്പോഴും സഹകരിച്ചു പോരുന്ന ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ എത്ര കൂടുതൽ നമ്മുടെ കൈനിക്കരയിലോട്ട് വരുന്ന ഒരാൾ പോലും നമ്മുടെ ക്ലബിൻ്റെ അംഗമാകുന്നു അല്ലെങ്കിൽ ക്ലബിൻ്റെ ഭാഗമായി മാറുന്നതാണ് നമുക്കെപ്പോഴും കാണാൻ